വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. വഖഫ് മുസ്ലിങ്ങളുടെ അവകാശമാണ്, ഇത് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടണം. യൂണിഫോം സിവിൽ കോഡ് നിയമവിരുദ്ധമെന്നും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അധ്യക്ഷൻ ഖാലിദ് സൈഫുള്ള റഹ്മാനി പറഞ്ഞു. अपने इदारों के बनाने का, अपने ज़मीर और अक़ीदे के मुताबिक ज़िंदगी गुजारने का वक़्फ़ का क़ानून उसी के तहत है, क्योंकि जो ज़मीनें कोई मुसलमान अपनी प्रॉपर्टी को वक़्फ़ करता है तो मुसलमानों का अक़ीदा यह है कि वो अल्लाह की मिल्कियत हो जाती है। हमें इस पर कोई एतराज़ नहीं। ये बात बिल्कुल सही है कि जो जगह हमारे हिंदू भाइयों ने बनाई हो, सिख भाइयों ने बनाई हो, ईसाई भाइयों ने बनाई हो, या किसी और धर्म से ताल्लुक़ रखने वालों ने अपने धार्मिक मकसद के लिए रखी हो, उसका पूरा मैनेजमेंट उनके हाथ में होना चाहिए. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, വഖഫ് ഭേദഗതിയിൽ എന്താണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നിലപാടും അഭിപ്രായവും നീക്കങ്ങളും? സൈഫുദ്ദീൻ, വ്യക്തി നിയമ ബോർഡ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ സംഘടന അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും. വഖഫ് മുസ്ലിങ്ങളുടെ അവകാശമാണ്, അതുകൊണ്ട് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടണം. ഇത് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, അങ്ങനെ ഇതിനെ കാണേണ്ടതില്ല. എല്ലാ മതങ്ങൾക്കുമുള്ള അവകാശം മുസ്ലിങ്ങൾക്കുമുണ്ട്, മുസ്ലിം മതത്തിനുമുണ്ട്. അതുകൊണ്ട് അത് സംരക്ഷിക്കപ്പെടാനുള്ള കടമ, ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് കൂടി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അംഗങ്ങൾ വിശദമായിട്ടൊരു യോഗം ചേരും. ഈ യോഗത്തിന് ശേഷമായിരിക്കും മുന്നോട്ടുള്ള നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി കൂടാതെ UCC പ്രാബല്യത്തിലാക്കിയ ഉത്തരാഖണ്ഡ് സർക്കാരിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് തീരുമാനങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാണ് ഇപ്പോൾ ഖാലിദ് സൈഫുള്ള റഹ്മാനി, മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അധ്യക്ഷൻ, ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി തൗഫീഖ്.